ഞാൻ ഷാബാസ് അഹമ്മദ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എന്താണ് പേറോൾ അക്കൗണ്ടിങ്, അതേപോലെ പേറോൾ അക്കൗണ്ടിങ്ങിൻ്റെ ജോലി സാധ്യതകൾ, പേറോൾ അക്കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശമ്പളം, എങ്ങനെയാണ് പേറോൾ അക്കൗണ്ടിങ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ്. 2 പാർട്ടായിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യം തന്നെ നമുക്ക് പേറോൾ അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. കൺസെപ്റ്റ് ഓഫ് പേറോൾ അക്കൗണ്ടിങ്. പേറോൾ റെഫേഴ്സ് ടു ദ ഏർണിംഗ്സ് ഓഫ് ദ എംപ്ലോയീസ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഫോർ സർവീസ് റെൻഡേഡ് ടു ദ ഓർഗനൈസേഷൻ. പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ ഏർണിങ്സ് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ, ഒരു മാസമോ ഒരു വീക്കിലിയോ അല്ലെങ്കിൽ ഡെയിലിയോ ആയിട്ട് എംപ്ലോയീസിന് കിട്ടുന്ന ഇൻകം. എന്തിനാണ് എംപ്ലോയീസിന് ഇൻകം കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയീസ് കമ്പനിക്ക് വേണ്ടി അവരുടെ സർവീസ് ജോലി ചെയ്തതിനാൽ കിട്ടുന്ന സർവീസുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേറോൾ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഇതിൽ എല്ലാ ഫിനാൻഷ്യൽ റെക്കോർഡ്സും ഇൻക്ലൂഡഡ് ആണ്. എക്സാമ്പിൾ എംപ്ലോയീസ്, വേജസ്, അലവൻസ്, റിട്ടയറൽസ് ആൻഡ് ഡിഡക്ഷൻസ്. എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, വേജസ് ഉണ്ടാവും, അലവൻസ് ഉണ്ടാവും, റിട്ടയർമെൻറ്റ് പീരീഡിലും അതിനുശേഷവും കിട്ടുന്ന അവർക്കുള്ള ആനുകൂല്യങ്ങളുണ്ടാവും. അതേപോലെ എംപ്ലോയീസിൻ്റെ സാലറിയിൽ നിന്നും കട്ട് ചെയ്യുന്ന ഡിഡക്ഷൻസും ഉണ്ടാവും. എന്തൊക്കെയാണ് ജോബ്സ്? നമ്മൾ ജസ്റ്റ് ജോബ്സുകളൊക്കെ നോക്കാം. പേറോളിൻ്റെ ജോബ്സുകൾ. ഇത് നൗക്കരിയിൽ നിന്നും എടുത്തിട്ടുള്ള 1, 2, 3 ഓപ്ഷൻസാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം HR എക്സിക്യൂട്ടീവ്സ്, HR മാനേജർ, പേറോൾ എക്സിക്യൂട്ടീവ്. അതേപോലെ അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവർ റിക്വയർമെൻറ്റ് ചെയ്തിട്ട് കമ്പനികൾ ഇട്ടിട്ടുള്ള ആഡുകളാണ് നിങ്ങൾ കാണുന്നത്. ഇത് കേരളത്തിന് പുറത്തുള്ള ആഡുകളാണ്. ഇത് നമ്മൾ കേരളത്തിൽ തിരുവനന്തപുരം അടങ്ങുന്ന, അതേപോലെ ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പേറോൾ അക്കൗണ്ടൻറ്റിൻ്റെ ജോലി ഓപ്ഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സാലറി നോക്കാം. ഒരു ആവറേജ് ലെവലിൽ കിട്ടാവുന്ന പേറോൾ അക്കൗണ്ടൻറ്റിന് കിട്ടാവുന്ന സാലറിയാണ്. ഇന്ത്യയിലാണെങ്കിൽ 2,20,375 രൂപ മുതൽ 3,50,000 രൂപ വരെയാണ് കിട്ടുന്നത്. അതേപോലെ US-ലാണെങ്കിൽ 4,31,735 രൂപ മുതൽ 7 ലക്ഷം രൂപ വരെയാണ് വർഷത്തേക്ക് കിട്ടുന്നത്. കാനഡയിലാകട്ടെ 4,85,200 മുതൽ 7,25,000 രൂപയാണ് വർഷത്തിലേക്ക് സാലറിയായിട്ട് കിട്ടുന്നത്. പേറോൾ അക്കൗണ്ടൻ്റായിട്ട് കയറിയിട്ട് അതിനുശേഷം ഉയർന്ന തസ്തികകളിലേക്ക് പോകാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് പേറോൾ അക്കൗണ്ടിങ്. പ്രിപ്പറേഷൻ ഓഫ് പേറോൾ. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ബേസിലാണ് പേറോൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ നോക്കാം. ബേസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് അറ്റൻഡൻസ്. അറ്റൻഡൻസ് ബേസ് ചെയ്തിട്ടാണ് പേറോൾ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. അറ്റൻഡൻസ് ബേസ് ചെയ്തിട്ടാണ് പേറോൾ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പേറോൾ. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സാണ് പേറോൾ കൊണ്ടുള്ള ഉള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻഷുർ ദാറ്റ് ഓൾ എംപ്ലോയീസ് ആർ പെയ്ഡ് അക്യുറേറ്റ്ലി ആൻഡ് ടൈംലി വിത്ത് കറക്റ്റ് റിക്കവറീസ് ആൻഡ് ഡിഡക്ഷൻ. എംപ്ലോയീസിന് കൃത്യസമയത്ത് അവരുടെ സാലറി നൽകാൻ വേണ്ടിയിട്ടും, അതേപോലെ കൃത്യമായിട്ട് ഉള്ള സാലറി കൊടുക്കാൻ വേണ്ടിയിട്ടും, അവർക്ക് എത്രയാണോ എത്ര അറ്റൻഡൻസ്, നേരത്തെ പറഞ്ഞു അറ്റൻഡൻസ് ബേസ് ചെയ്തിട്ട് വരുന്ന അവർക്ക് നൽകേണ്ട തുക കൃത്യമായ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ അവരുടെ സാലറിയിൽ നിന്നും എത്ര രൂപയാണോ ഡിഡക്ഷനായിട്ട് കട്ട് ചെയ്യേണ്ടത്, ഗവൺമെൻറ്റിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം.
ensure the recoveries and deductions are remitted to the statutory authorities in a timely manner. ഗവൺമെൻറ്റിലേക്ക് അടിക്കേണ്ട തുക കൃത്യസമയത്ത് അടിച്ചിട്ടില്ല എങ്കിൽ അതിന് ഫൈനോ അതേപോലെയുള്ള മറ്റ് ബുദ്ധിമുട്ടുകളോ നേരിടും എന്നതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ എംപ്ലോയീസിൽ നിന്നും അവർ ഡിഡക്ഷൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലേക്ക് അടിക്കാൻ നമുക്ക് സഹായകമാവും. മൂന്നാമത്തത് എൻഷുർ ദ പ്രോപ്പർ അക്കൗണ്ടിങ് ഫോർ സാലറി എക്സ്പെൻസസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് എൻട്രി ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടും പേറോൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് കമ്പോണൻസ് ഓഫ് പേറോൾ. എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത്? ഒന്ന്, എംപ്ലോയീസ് ഏർണിങ്സ്. എംപ്ലോയീസിന് കിട്ടുന്ന ഏർണിങ്സുകൾ എന്തൊക്കെയാണ്? രണ്ടാമത്തത് ഡിഡക്ഷൻസ്. എംപ്ലോയീസിന് കിട്ടുന്ന ഡിഡക്ഷൻസ് വിത്ത് ഹോൾഡിംഗ് ഫ്രം ദ എംപ്ലോയീസ് ഏർണിങ്സ്. ഡിഡക്ഷൻസ് എംപ്ലോയീസിൻ്റെ ഏർണിങ്ങിൽ നിന്നും കട്ട് ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് അതൊന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡിഡക്ഷൻസ് നോക്കാം. എംപ്ലോയീസിൻ്റെ ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, പ്രൊവിഡൻറ്റ് ഫണ്ട്, ESI, ഇൻഷുറൻസ്, പ്രൊഫഷണൽ ടാക്സ്, ഇൻകം ടാക്സ്, സാലറി അഡ്വാൻസ്, ലൈഫ് ഇൻഷുറൻസ്, ലോൺ, ഹൗസിംഗ് ആൻഡ് ക്യാൻറ്റീൻ ഡിഡക്ഷൻ മെയ്ഡ് ബൈ ദ എംപ്ലോയി അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ എംപ്ലോയി. ഓക്കെ, നമുക്കിതിനെ ഓരോന്നും വിശദമായിട്ട് പിന്നീട് പരിചയപ്പെടാം. അടുത്തത് എംപ്ലോയീസിൻ്റെ ഏർണിങ്സ്. എന്തൊക്കെയാണ് എംപ്ലോയീസിന് കിട്ടാവുന്ന ഏർണിങ്സുകൾ? ഒന്ന്, ബേസിക് സാലറി, അലവൻസ്, ഇൻസെൻറ്റീവ്, കമ്മീഷൻ, ഓവർ ടൈം പേ, ഹോളിഡേ വേജസ് തുടങ്ങിയവയാണ് എംപ്ലോയീസിന് കിട്ടാവുന്ന ഏർണിങ്സുകൾ. കമ്പോണൻസ് ഓഫ് പേറോൾ. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പോണൻസ് ഓഫ് പേറോൾ, എംപ്ലോയീസ് ഏർണിങ്സ്. അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. ബേസിക് പേ. ഇറ്റ് റെപ്രസെൻറ്റ് ദ ബേസിക് സാലറി ഓഫ് ദ എംപ്ലോയി. ഒരു എംപ്ലോയീസിന് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള തുകയ്ക്ക് പറയുന്ന പേരാണ് ബേസിക് പേ എന്നത്. രണ്ടാമത്തത് ഡിയർനെസ് അലവൻസ്. This allowance is given by the employer to the employee to compensate the rise in price. It's calculated percentage on basic pay. ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യവും നമ്മളെ ജീവിതത്തിൻ്റെ ചെലവ് കൂടി വരികയാണ്. ഈ ജീവിതത്തിൻ്റെ ചെലവ് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അധികമായി വരുന്ന ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്ന അലവൻസാണ് ഡിയർനെസ് അലവൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട്, ഇന്നത്തെ ഒരു രൂപയ്ക്ക് നാളത്തെ ഒരു രൂപയേക്കാൾ വിലയുണ്ട് എന്ന് പറയുന്നത് പോലെ ഡിയർനെസ് അലവൻസ് ഭാവിയിൽ വരാം, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള നേരത്തെ മുൻകാലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ട് ജീവിത ചെലവിൽ വന്നിട്ടുള്ള വർധനയ്ക്ക് വേണ്ടി കൊടുക്കുന്ന എമൗണ്ടാണ് ഡിയർനെസ് അലവൻസ്. അത് ബേസിക് പേയുടെ ഒരു നിശ്ചിത പേഴ്സൻറ്റേജാണ് ഡിയർനെസ് അലവൻസ് ആയിട്ട് കൊടുക്കുന്നത്. അടുത്തത് ഹൗസ് റെൻ്റ് അലവൻസ്. അലവൻസ് ഗ്രാൻറ്റഡ് ബൈ ആൻ എംപ്ലോയി ടു മീറ്റ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ്. പലപ്പോഴും കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ പലപ്പോഴും താമസിക്കുന്നത് കമ്പനിയുടെ അല്ലെങ്കിൽ മറ്റു പുറത്തുള്ള അവരുടെ വീടെടുത്തിട്ടോ അല്ലെങ്കിൽ ഫ്ലാറ്റ് എടുത്തിട്ടോ അതേപോലെ മറ്റേതെങ്കിലും രീതിയിലായിരിക്കാം താമസിക്കുന്നത്. കാരണം അവർക്ക് ആ അവർ കൊടുക്കുന്ന റെൻറ്റ് എന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്ന അലവൻസാണ് HRA, ഹൗസ് റെൻറ്റ് അലവൻസ്, HRA. അടുത്തത്
City compensatory allowance. City compensatory allowance. Allowance given by the employees to compensate the high cost of living in metro cities. കമ്പനികൾ നിലനിൽക്കൊള്ളുന്നത് മെട്രോ സിറ്റികളിലാണെങ്കിലോ അവരെ വർക്ക് വരുന്നത് മെട്രോ സിറ്റിയിലാണെങ്കിലോ അവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എംപ്ലോയീസിന് കൊടുക്കുന്ന ഓർഗനൈസേഷൻ എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസ് ആണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. അടുത്തത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. അലവൻസ് ഈസ് ഗിവൺ ബൈ എംപ്ലോയർ ടു എംപ്ലോയീസ് ഫോർ സ്റ്റഡി ഓഫ് ദെയർ ചിൽഡ്രൻ അതേപോലെ ഓഫ് ദെയർ ചിൽഡ്രൻ അപ് ടു 2. മാക്സിമം അവർ കൊടുക്കുന്നത് 2 കുട്ടികൾക്ക് മാത്രമാണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കുന്നത്. എംപ്ലോയീസിൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എംപ്ലോയർ എംപ്ലോയീസിന് നൽകുന്ന അലവൻസ് ആണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. അടുത്തത് മെഡിക്കൽ അലവൻസ്. മെഡിക്കൽ അലവൻസ് പേയ്മെൻറ്റ് മെയ്ഡ് ടു എംപ്ലോയീസ് എഗെയിൻസ്റ്റ് സ്പെസിഫിക് മെഡിക്കൽ ബിൽസ്. ബില്ല് പല കമ്പനികളും എംപ്ലോയീസിൻ്റെ ഫാമിലിക്കോ ഉണ്ടാവുന്ന ആരോഗ്യപരമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് കൊടുക്കുന്ന അലവൻസാണ് മെഡിക്കൽ അലവൻസ്. സ്പെസിഫിക് ആയിട്ടുള്ള മെഡിക്കൽ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനുള്ള അലവൻസ് കമ്പനി നൽകുകയുള്ളൂ. അടുത്തത് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അലവൻസ്. Allowance is given in additional to salary to meet specific requirement of salaried employees in India, like professional courses, tuition, conference or similar, business technical books, fee for professional registration and or practice in the public sector, air travel, conference. എംപ്ലോയീസിൻ്റെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കമ്പനി ചിലവാക്കുന്ന തുകയ്ക്ക് അല്ലെങ്കിൽ കമ്പനി അലവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അലവൻസ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥന് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വർക്കിലുള്ള സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ അതിലുള്ള ട്രെയിനിങ്ങിനോ അതേപോലെ കോൺഫറൻസുകളിലേക്കോ അതേപോലെ ബുക്സുകൾ വാങ്ങുകയോ പുതിയ കോഴ്സുകൾ ചെയ്യുന്ന സമയത്തോ അതിന് വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്ന അലവൻസാണ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അലവൻസ്. എംപ്ലോയീസിൻ്റെ സ്കില്ല് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത് പിന്നീട് കമ്പനിക്ക് തന്നെയാണ്. അതുകൊണ്ട് പല കമ്പനികളും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അലവൻസ് കൊടുക്കാറുണ്ട്. അടുത്തത് സ്പെഷ്യൽ അലവൻസ്. സ്പെഷ്യൽ അലവൻസ് ഇസ് എ ഡിഫർ ഫ്രം കമ്പനി ടു കമ്പനി. ലെഫ്റ്റ് ഓവർ components of salary, HRTA, uniform allowance, UNO employees and high court employees. സ്പെഷ്യൽ അലവൻസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനോ അതേപോലെ UNO യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനോ ഹൈക്കോർട്ട് ജഡ്ജ് എന്ന ഉയർന്ന ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് നൽകുന്ന അലവൻസാണ് സ്പെഷ്യൽ അലവൻസ്. അടുത്തത് കമ്പോണൻസ് ഓഫ് പേറോൾ. നമ്മൾ വീണ്ടും അതിൻ്റെ ബാലൻസ് നേരത്തെ പറഞ്ഞതിൻ്റെ ബാലൻസിലേക്ക് പോവാണ്. ട്രാൻസ്പോർട്ട് അലവൻസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. കമ്പനിയിൽ നിന്നും മറ്റു കമ്പനിയിലേക്ക് പോകുന്ന സമയത്തോ മറ്റു യാത്രയ്ക്ക് പോകുന്നതിന് വേണ്ടിയിട്ടോ ബിസിനസ് ആവശ്യത്തിന് പോകുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസാണ് ട്രാൻസ്പോർട്ട് അലവൻസ്. അടുത്തത് കൺവീനിയൻസ് അലവൻസ്. കൺവീനിയൻസ് അലവൻസ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അലവൻസ് ഓഫേർഡ് ടു എംപ്ലോയി ഓഫ് എ കമ്പനി ടു കോമ്പൻസേറ്റ് ഫോർ their travel from residence to the and from respective workplace. വർക്ക് പ്ലേസിൽ നിന്നും
ഓർഗനൈസേഷനിൽ നിന്നും വർക്ക് പ്ലേസിലേക്കോ പോവേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ഡെയിലി പലപ്പോഴും വർക്ക് പ്ലേസിൽ നിന്നും താമസ സ്ഥലത്ത് നിന്ന് വർക്ക് പ്ലേസിലേക്കും പോവാറുണ്ട്. ഈ പോകുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന് വരുന്ന ചിലവാണ് കൺവീനിയൻസ് അലവൻസ്. ഈ അലവൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസാണ് കൺവീനിയൻസ് അലവൻസ്. അടുത്തത് എംപ്ലോയീസ് ഡിഡക്ഷൻ. ഒന്ന് പ്രൊവിഡൻറ്റ് ഫണ്ട്. എംപ്ലോയീസ് ഷെയർ ഓഫ് PF കോൺട്രിബ്യൂഷൻ. എംപ്ലോയീസിൻ്റെ സാലറിയിൽ നിന്നും, അതേപോലെ എംപ്ലോയീസും എംപ്ലോയറും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്. എംപ്ലോയീസും എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്, PF എന്നത്. അത് എംപ്ലോയീസ് റിട്ടയർമെൻറ്റ് സമയത്ത് എംപ്ലോയീസിന് കിട്ടുന്ന തുകയാണ്. അത് സാലറിയിൽ നിന്നും നിശ്ചിത ശതമാനം എംപ്ലോയീസിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്. രണ്ടാമത്തത് ESI, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്. Employee share of contribution toward ESI. ESI deduction is made only when the gross salary of the employee is below specific amount. Example, below 15,000. Presently, the percentage of ESI deduction is 1.75% on the gross salary of employees. ESI എന്ന് പറഞ്ഞാൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്. എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഉള്ള സ്റ്റേറ്റ് ഇൻഷുറൻസ് പോളിസിയാണിത്. എംപ്ലോയീസ് ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ESI ഹോസ്പിറ്റലുകളിൽ അവർക്ക് ചികിത്സ നേടാവുന്നതാണ്. അതേപോലെ അവർക്ക് ആരോഗ്യപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെൻഷൻ തുക, മരണം സംഭവിച്ചാൽ വീട്ടിലെ ഭാര്യയ്ക്ക് പെൻഷൻ തുക തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ESI ഒരുക്കുന്നുണ്ട്. അപ്പം ESI എന്നത് ലേക്ക് 1.75% എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ നിലവിലുള്ളത്. അടുത്തത് പ്രൊഫഷണൽ ടാക്സ്. It is represent the amount of professional tax to be paid by the employee. It is to be deduction by the employer and to be paid to the statutory authority. Professional tax is to be paid by annually, quarterly, monthly. It depends on state to state. പ്രൊഫഷണൽ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇമ്പോസ് ചെയ്യുന്ന ടാക്സാണ്. പ്രൊഫഷണൽ ആൾക്കാരുടെ കയ്യിൽ നിന്നും, പ്രൊഫഷണലായിട്ട് സ്കില്ലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്ന തുകയാണ് പ്രൊഫഷണൽ ടാക്സ്. ഓരോ സംസ്ഥാനത്തും ഇത് വ്യത്യസ്തമായിരിക്കും. ഇത് സ്റ്റാറ്റ്യൂട്ടറി, അതായത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിൻ്റെ സാലറിയിൽ നിന്നും എംപ്ലോയറെ കട്ട് ചെയ്യേണ്ടതാണ്. അടുത്തത് ഇൻകം ടാക്സ്. ഇറ്റ് ഈസ് ദ ഡിഡക്ഷൻ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് പേ ദ എംപ്ലോയി. ദ ഇൻകം ടാക്സ് ഓഫ് ദ എംപ്ലോയീസ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ ടു മാർച്ച്. വർഷത്തിൽ കൊടുക്കേണ്ട ഇൻകം ടാക്സ് അതും എംപ്ലോയീസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തുകയാണ്. എംപ്ലോയീസിൻ്റെ സാലറിയിൽ നിന്നും കട്ട് ചെയ്യുന്ന തുകയാണ് ഇൻകം ടാക്സ്. എങ്ങനെയാണ് അതിൻ്റെ പേറോളിൻ്റെ പ്രോസസ്സ്
പേറോൾ അതായത് നമ്മൾ പേറോൾ അക്കൗണ്ടിങ്ങും HR ഡിപ്പാർട്ട്മെൻറ്റും ഒരേപോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റാണ്. പല കമ്പനിയിലെയും പേറോൾ ഡിപ്പാർട്ട്മെൻറ്റും HR ഡിപ്പാർട്ട്മെൻറ്റും ഒരേ ആൾ തന്നെ ചെയ്യുന്ന കമ്പനികളും ഒത്തിരിയുണ്ട്. നമുക്ക് എങ്കിൽ ഒരു ടീം ചെയ്യുന്ന കമ്പനികൾ ഒത്തിരിയുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനമെന്ന്. ഇനീഷ്യേഷൻ ഓഫ് പേറോൾ പ്രോസസ്. ഒന്ന്, ടേക്ക് എംപ്ലോയീസ് ഡീറ്റെയിൽസ് ഫ്രം പ്രീവിയസ് പേറോൾ. ടേക്ക് എംപ്ലോയീസ് ഡീറ്റെയിൽസ് ഫ്രം പ്രീവിയസ് പേറോൾ. മുൻപേ നിർമ്മിച്ചിട്ടുള്ള പേറോളിൽ നിന്നും കഴിഞ്ഞ മാസത്തേതോ അല്ലെങ്കിൽ പോലെ മുൻ മാസത്തിലെ പേറോളിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. രണ്ടാമത്തേത് വരുന്നത് അതിലേക്ക് ആഡ് ന്യൂ എംപ്ലോയീസ് റെക്കോർഡ്സ് ഓൺ റെഫറൻസ് ഫ്രം HR ഡിപ്പാർട്ട്മെൻറ്റ്. HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള റെഫറൻസ് ആഡ് ചെയ്യണം. കാരണം പുതിയ എംപ്ലോയീസ് ജോലിക്ക് വന്നിട്ടുണ്ടാവും. അവരുടെ ഡീറ്റെയിൽസ് അതിലേക്ക് എന്നാണ് വന്നിട്ടുള്ളത്, അവരുടെ സാലറി എത്രയാണ്, അവർക്ക് എത്രയൊക്കെയാണ് ഇൻസെൻറ്റീവ് പറഞ്ഞിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ് അടുത്തതായിട്ട് വരുന്നത്. അതിൽ HR ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ റെക്കോർഡ് ഇഷ്യൂ ചെയ്യുക. അതേപോലെ വരുന്നത് പോലെ തന്നെ നേരത്തെ കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ ഈ മാസത്തിൻ്റെ തുടക്കത്തിലോ നമ്മളെ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെ ലിസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടതും ആവശ്യമുണ്ട്. അപ്പം റിമൂവ് എംപ്ലോയീസ് ഡീറ്റെയിൽസ് ഹൂ ലെഫ്റ്റ് ഓർഗനൈസേഷൻ. നമ്മൾ ഓർഗനൈസേഷനിൽ നിന്നും ലെഫ്റ്റ് ആയിപ്പോയ ആരാണോ ലെഫ്റ്റായി പോയിട്ടുള്ളത് അവരുടെ ഡീറ്റെയിൽസും റിമൂവ് ചെയ്യേണ്ടതാണ്. അടുത്തത് റീകൺസിലേഷൻ ഓഫ് കറൻറ്റ് പീരീഡ്, ടൈം കാർഡ്, അറ്റൻഡൻസ്, മാസ്റ്റർ റോൾ ആൻഡ് ഓവർ ടൈം. റീകൺസിലേഷൻ ഓഫ് കറൻറ്റ് പേറോൾ പീരീഡ്. നമ്മൾ എംപ്ലോയീസിൻ്റെ അറ്റൻഡൻസ്, അവരെ പേറോൾ പീരീഡ്, അതേപോലെ ഓവർ ടൈം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതാണ്. അടുത്തത് പ്രിപ്പയർ എംപ്ലോയീസ് ഏർണിങ്സ്, ഓവർ ടൈം ആൻഡ് ഡിഡക്ഷൻ. പ്രിപ്പയർ എംപ്ലോയീസ് ഏർണിങ്സ്, ഓവർ ടൈം ആൻഡ് ഡിഡക്ഷൻ. എംപ്ലോയീസിൻ്റെ ഏർണിങ്സ് ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ഡീറ്റെയിൽസ് എടുത്തു, കഴിഞ്ഞ മാസത്തെ പേറോളിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു. പിന്നീട് പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തു, ഒഴിഞ്ഞു പോയിട്ടുള്ള ആൾക്കാരെ റിമൂവ് ചെയ്തു. എന്നിട്ട് പീരീഡ്, അതായത് ടൈം കാർഡ് എടുത്തു. ടൈം കാർഡ് എടുത്തിട്ട് അതിൽ ഓരോ എംപ്ലോയീസിനുമുള്ള സാലറി പിന്നീട് എടുത്തതിന് ശേഷം ഓരോ എംപ്ലോയീസിനുമുള്ള സാലറി, അതേപോലെ അവരെടുത്തിട്ടുള്ള ഓവർ ടൈം ആഡ് ചെയ്തിട്ട് അവർക്ക് ഏതൊക്കെ ഡിഡക്ഷൻസ് ഉണ്ടോ ആ ഡിഡക്ഷൻസൊക്കെ ലെസ് ചെയ്തു. അടുത്തത് വെരിഫൈ ദ സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻസ്. ഏതൊക്കെയാണോ സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻസ് വരുന്നത്, ESI, PF, അതേപോലെ ഇൻകം ടാക്സ് തുടങ്ങിയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറിയിലേക്ക് അടയ്ക്കേണ്ട ഇത് ഏതൊക്കെ അടയ്ക്കാനുണ്ട്, ആരൊക്കെ അടയ്ക്കാനുള്ളത് എന്നത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് പേയ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ ടു ദ റെലവൻറ്റ് അതോറിറ്റീസ്. ഈ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയിലേക്ക് നേരത്തെ കണക്ക് കൂട്ടി വെച്ചിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഡിഡക്ഷൻസ് ഫണ്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയിലേക്ക് കൃത്യസമയത്ത് തന്നെ ഓരോ എംപ്ലോയീസ് നൽകേണ്ട തുകയും ഓർഗനൈസേഷന് അല്ലെങ്കിൽ എംപ്ലോയർ നൽകേണ്ടതാണ്. അതേപോലെ അതേസമയം പേയ്മെൻറ്റ് ഓഫ് സാലറി ആൻഡ് വേജസ് ടു എംപ്ലോയീസ് ഓർ വർക്കേഴ്സിന് അവരെ സാലറി എത്രയാണോ അവരെ വേജ് സാലറി അത് കൃത്യസമയത്ത് നൽകുക. അതിനുശേഷം റെക്കോർഡ് ദ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എല്ലാ റെക്കോർഡ്സും, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുക ഈ എമൗണ്ടുകൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട്. അടുത്തത് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. കൃത്യമായിട്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി പറയുന്ന ഇത്
ഫില്ലിംഗ് സ്റ്റാറ്റ്യൂട്ടറി റിട്ടേൺസ്. നമ്മൾ റിട്ടേൺസ് കൊടുക്കുന്ന സമയത്ത് പല ഫോമുകളും ഫില്ല് ചെയ്യേണ്ടതുണ്ടാവും. എംപ്ലോയീസുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ നമ്മൾ എംപ്ലോയീസിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എമൗണ്ട് സ്റ്റാറ്റ്യൂട്ടറി അറിയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അടിച്ചതിന് ശേഷം ഫില്ല് ചെയ്യേണ്ട ഫോമുകളെല്ലാം ഫില്ല് ചെയ്യുക. അതേപോലെ ഇഷ്യൂഡ് പേ സ്ലിപ്പ് ടു ദ എംപ്ലോയീസിന് സാലറി കൊടുത്തതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പേ സ്ലിപ്പിൽ സൈൻ ചെയ്യുകയും അതേപോലെ അവർക്ക് നൽകുകയും ചെയ്യേണ്ടതാണ്. ക്രിയേഷൻ ഓഫ് പേറോൾ. ആദ്യം തന്നെ പേറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സോഫ്റ്റ്വെയറുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പം എങ്ങനെയാണ് ക്രിയേഷൻ ഓഫ് പേറോൾ? അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്രിയേഷൻ ഓഫ് എംപ്ലോയീസ് ഇൻഫർമേഷൻ. ദ compensation details of the employee decided by the human resources team would be accepted and acknowledged by the employee at the same would be forwarded to the finance or payroll team. പുതിയൊരു എംപ്ലോയീസിനെ ജോലിക്ക് എടുക്കുന്ന സമയത്ത് അവർക്കുള്ള കമ്പനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം തീരുമാനിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ടീമാണ്, അതായത് HR ടീം. അപ്പം ഈ ടീമാണ് അവർക്കുള്ള എംപ്ലോയീസിനുള്ള സാലറി തീരുമാനിക്കുന്നത്. ഈ സാലറി അവർ HR ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ ഫോർവേഡ് ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദ പേറോൾ ഡീറ്റെയിൽസ് ഓഫ് ദ എംപ്ലോയി ഷുഡ് ബി റെക്കോർഡഡ് വിത്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. The payroll details of the employee should be recorded with the finance department.